വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലുണ്ട പല മലയാളികളും ജോലി അന്വേഷിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്ന സ്ഥലം ഗൾഫായിരുന്നു. അങ്ങനെ ആ ഗൾഫിൽ പോകാനെന്ന ആഗ്രഹത്തോടുകൂടി പല ഏജൻസികൾക്കും കാശ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് വിസ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ആ കാശും കൊണ്ട് ആ ഏജൻസികളൊക്കെ മുങ്ങുന്ന ഒരു പതിവ് നമ്മൾ ഒത്തിരി പേര് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പലരും കാശ് ഏജൻസിയിൽ നിന്ന് പോയി കാശൊക്കെ കൊടുത്തിട്ട് അവർ ഒരു ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ ഒരു വർക്ക് വിസ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അതിൽ പറ്റിക്കപ്പെടുകയും ലക്ഷങ്ങൾ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും അടുത്തൊരു ന്യൂസ് ഇപ്പം വന്നേക്കുന്നത് അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ള ഏജൻസിയുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ജോലി സംബന്ധമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തൊരു മലയാളിയുണ്ട്. അത് BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ ന്യൂസ് പുറത്തേക്ക് വന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Now, a 47-year-old man who went to Jordan on a tourist visa was shot dead allegedly by security forces while he was trying to illegally cross the border to Israel. He was a resident of Tumba in Kerala. The incident happened on February 10th, 5 days after the man went to Jordan. Thomas Gabriel Pereira, along with 3 others, was trying to allegedly cross the border. Another man named Edison, who was also along with Thomas, sustained injuries allegedly from gunshots. Edison, also a native of Tumba, reached his home in Kerala a few days back. The Indian embassy in Jordan, in a post on X, said that it has learned about the sad demise under unfortunate circumstances and is in touch with the family of the deceased. The Indian embassy further said that it is working with the local officials for the transportation of the mortal remains. Now, according to a relative of Thomas, he flew to Jordan on February 5th and reached on 9th. There was no communication with him after that. The group had entered Jordan using 3-month visiting visas. Reports suggest that when the Jordanian military encountered them at the border, the group attempted to flee, resulting in the soldiers to open fire. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ ഓട്ടോ ഓടിച്ച് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു തോമസ് എന്ന് പറഞ്ഞൊരു 47 വയസ്സുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോ, അതായത് അളിയനായിട്ടുണ്ടായിരുന്ന ചാൾസ് ഓട്ടോ ഓടിച്ച് തന്നെയാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരിരുന്ന സമയത്ത് അവർ വളരെയധികം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യത്തേക്ക് പോകണം, അവിടെ ഒന്ന് സെറ്റിൽ ആവണം, കുടുംബമായിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ പല ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉള്ളതുപോലെ അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ഏജൻസികളും പോയിട്ട് പല രീതിയിലും ഏതെങ്കിലും ഒരു ജോബ് വിസ കിട്ടുമോ എന്നൊക്കെ പല രീതിയിൽ അന്വേഷിക്കുകയുണ്ടായി. ആദ്യം അവർ മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസിലൊക്കെയാണ് അവർ നോക്കിയത്. പക്ഷേ അവരുടെ എന്തോ സാഹചര്യങ്ങളുണ്ട്, അതൊന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഏജൻസി അവർക്ക് ജോർദാനിൽ ഒരു ജോലി തരാം എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് അപ്രോച്ച് ചെയ്യുന്നത്. ഇത് കേട്ട ഇവർ 2 പേരും ജോർദാനിലേക്ക് ഒരു വർക്ക് വിസയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ ഏജൻസിയായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ഒരു ജോലിയുണ്ട്, ഏകദേശം 3,50,000 രൂപ ശമ്പളം വരുന്ന ഒരു ജോലി അവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. പക്ഷേ ആ രാജ്യത്ത് ചെന്നാൽ മാത്രമേ ആ ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഈ ഏജൻസി അവരുടെ നിന്ന് 2,10,000 രൂപ സർവീസ് ചാർജായിട്ട് അവരോട് ഈടാക്കുകയും അതിനുശേഷം ആ ഏജൻസി അവരോട് പറഞ്ഞത്, നിങ്ങളൊരു തൽക്കാലം ഒരു വിസിറ്റിംഗ് വിസയിലായിരിക്കും അവിടെ ജോർദാനിലേക്ക് പോകുന്നത്, വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ വർക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ തോമസ് പോകാമെന്ന് തീരുമാനിച്ച കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടുള്ള ചാൾസും കൂടെ പോകാം എന്ന് തീരുമാനിക്കുകയുണ്ടായത്. അങ്ങനെ അവർ 2 പേരും ആ ഏജൻസിയിൽ അവർ പറഞ്ഞ സർവീസ് ചാർജൊക്കെ കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 50,000 രൂപ മുടക്കി ഒരു വിസിറ്റിംഗ് വിസയോടെ എടുത്തിട്ട് ആ വിസിറ്റിംഗ് വിസ ഉപയോഗിച്ചിട്ട് അവർ ജോർദാനിലേക്ക് എത്തുകയാണ് ചെയ്തത്. ജോർദാനിലെത്തുമ്പോൾ അവരെ സഹായിക്കാൻ മറ്റൊരു ഏജൻറ്റ് അവിടെ കാത്തിപ്പോണ്ട് എന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം അവർ ജോർദാനിലെത്തുകയും ആ ഏജൻറ്റിനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവിടെ കുറച്ച് ദിവസം നിൽക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ആ ഏജൻറ്റ് അവരോട് പറയുന്നത്, എന്തോ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അവിടെ ജോലിയില്ല, ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിന് സജഷനായിട്ട് ആ ഏജൻറ്റ് മറ്റൊരു കാര്യം കൂടെ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്താൻ പറ്റിയാൽ, ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തോമസും ചാൾസും ഇസ്രായേലിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവരെ കൂടാതെ തന്നെ പല ഇന്ത്യക്കാരും ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ഒരു വണ്ടിയിൽ ജോർദാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ബോർഡർ വരെ എത്തി. ഇസ്രായേലിൻ്റെ ബോർഡറിൽ ഒരു ബീച്ചിൻ്റെ സൈഡിൽ അവരെ ഇറക്കി വിട്ടതിന് ശേഷം ഇസ്രായേലിലേക്ക് നടന്നു പോകാനാണ് പറഞ്ഞത്.
അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സ്, ആ ബോർഡറിലൊക്കെ കാക്കുന്ന സെക്യൂരിറ്റി ഓഫീസർ അവരോട് നിൽക്കാനും ഇനി മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു. ഇത് വകവെക്കാതെ തന്നെ തോമസും ചാൾസും മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ സെക്യൂരിറ്റിക്കാർ ഉടനെ തന്നെ ഒരു വെടിയുതിർക്കുകയും ആ വെടി നേരെ തോമസിൻ്റെ തലയിൽ കൊള്ളുകയും തക്ഷണം അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇത് കണ്ട ചാൾസ് പേടിക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാനും ശ്രമം നടത്തുകയാണ് ചെയ്തത്. ഉടനെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അദ്ദേഹത്തിൻ്റെ നേരെയും വെടിയുതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ട് തറയിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഉടനെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ചാൾസിനെ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും അതുമൂലം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടൊരു ലെറ്ററാണ് ജോർദാനിലെ ഇന്ത്യൻ എംബസി തോമസിൻ്റെ കുടുംബത്തിലേക്ക് അയച്ചത്. എന്നാൽ തോമസിൻ്റെ അളിയനായിട്ടുള്ള ചാൾസ് പറയുന്നത് അവർ ആ ഇസ്രായേലിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ നടക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ്. അവർക്കൊരു ഇസ്രായേലിലേക്ക് ഇല്ലീഗലായിട്ട് കയറാനുള്ളൊരു ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകളോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെയാണ് ഇസ്രായേൽ പട്ടാളക്കാർ അവർക്ക് നേരെ വെടിയുതിർക്കുകയും അത് നേരെ തോമസിനെ കൊള്ളുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തത്. പക്ഷേ ജോർദാൻ സർക്കാർ ഇതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല. അവർ പറയുന്നത് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒരുമിച്ച് ആ ബോർഡറിൽ വരണമെന്നുണ്ടെങ്കിൽ അവർ ബോർഡറിൽ ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്നാണ്. അതിന് പ്രകാരം ചാൾസിനെ ജോർദാനിലെ ജയിലിൽ 18 ദിവസം ഇടുകയും അതിനുശേഷം ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തോമസിൻ്റെ മൃതശരീരം ഇപ്പോഴും ജോർദാനിലെ മോർച്ചറിയിൽ തന്നെയാണുള്ളത്. ഞാൻ പോകുന്ന നിമിഷം വേഗം തൂക്കിയിട്ടാണ് പോകുന്ന സമയത്താണ് വൈഫിൻ്റെ അടുത്ത് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ അടുത്തൊന്നും പറയുന്നില്ല, എന്തിനാണ് പോകണമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. മേഡം ജോർദാനിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ തന്നെ പൈസയൊക്കെ മറിച്ച് കൊടുത്ത് തന്നെ പോയത്. കാര്യം ഇവളുടെ അടുത്ത് പറഞ്ഞാൽ ഇവൾ വിടൂലെന്നറിയാം. കാര്യം ഇവൾ ഒറ്റയ്ക്ക് ഉള്ളു, മക്കളൊന്നുമില്ലേ, അവരാണ് അടക്കുന്നൊരു കുടുംബം. അപ്പം ഇവളുടെ അടുത്ത് പറഞ്ഞ ഇവൾ വിടൂലെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇവൻ പോണ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ. പിന്നെ അവിടെ പോയി എന്ത് സംഭവിച്ചു അത് സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നോർക്കയുടെ സി ആയിട്ടുള്ള അജിത് കൊല്ലശ്ശേരി പറയുന്നത് ഇതിപ്പം വളരെ കോമൺ ആയിട്ടുള്ള കാണുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പല ആൾക്കാരും ഒരു വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് പോയതിന് ശേഷം ഒന്നുകിൽ അവിടെ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ ശ്രമിക്കും. ഇല്ലാത്ത പക്ഷം, അങ്ങനെ കിട്ടാത്ത പക്ഷം അവരടുത്തുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് ഇല്ലീഗലായിട്ട് കടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് നോർത്ത് ഇന്ത്യൻസിലൊക്കെ വളരെ കൂടുതലായിരുന്നെങ്കിലും അറ്റ് പ്രസൻറ്റ് ഇപ്പം മലയാളികളുടെ ഇടയിൽ ഇത് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് കംബോഡിയയിലേക്ക് ഒരു 100 കണക്കിന് ഇന്ത്യക്കാർ പോവുകയും അതിൽ തന്നെ വളരെയധികം മലയാളികളുള്ളതും അവരെല്ലാം ഒരു സ്കാമിൽ പെടുകയൊക്കെ ചെയ്തിട്ട് അവരവസാനം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പലരും ഈ യുക്രൈൻ റഷ്യ വാർ നടന്ന സമയത്തും പലരും റഷ്യയിലേക്കും ഒക്കെ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മളിപ്പം സ്ഥിരം കാണുന്നൊരു വാർത്തയാണ് ട്രംപ് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് US നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ കൂണ് പോലെ മുളച്ചു വരുന്ന ഏജൻസികളാൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 100 വട്ടം ആ ഏജൻസിയെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അവിടെ ചെന്നിട്ട് ഒരു കാശ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവൂ. അത് മറ്റുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ ഏജൻസിയിൽ ഒരു കാശ് കൊടുക്കുകയും വിദേശ രാജ്യത്തേക്ക് പോകാനും പാടുള്ളൂ. എന്നോട് തന്നെ പലരും കമൻ്റായിട്ടൊക്കെ ചോദിക്കാറുണ്ട് വിസിറ്റിംഗ് വിസയിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ പല ഏജൻസികളും അവരോട് പറഞ്ഞ് പറ്റിക്കുന്നതാണ് എന്ന് ഞാൻ പറ്റുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ അതിൽക്ക് വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.